പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് ഋതബ്രത ബാനർജിയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് പുറത്താക്കിയെങ്കിലും ഇദ്ദേഹം അതിശക്തമായി കുറെ MLA-മാരുടെ പിന്തുണ തേടിക്കൊണ്ട് ഗവർണറെ സമീപിക്കുകയും ഔദ്യോഗികമായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും അതോടുകൂടി മമതാ ബാനർജി തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു എന്നാണ് കൊൽക്കത്തയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമത്തിൽ, മലയാള മാധ്യമത്തിൽ, തോറ്റ മമതാ ബാനർജി ഒരു വ്യാഘ്രമാണ്, ജയിച്ച മമതയേക്കാൾ അപകടകാരിയാണ് തോറ്റ മമത എന്ന് അടുപ്പുകൂട്ടി ചർച്ചക്കാർ വെളിപ്പെടുത്തിയത്, അല്ലെങ്കിൽ അവർ അഭിപ്രായം പറഞ്ഞത് ഓർക്കുന്നു. തീർച്ചയായിട്ടും തോറ്റ മമത വെറും എലി പോലുമല്ല, വെറും പല്ലി പോലുമല്ല എന്നുള്ള കാര്യം ഇപ്പോൾ ബംഗാളിലെ ജനങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇവിടുത്തെ രാഷ്ട്രീയ സംവാദകർക്കുമൊക്കെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഋതബ്രത ബാനർജിയെക്കുറിച്ച് മുൻ നിയമസഭാ സ്പീക്കറും CPM നേതാവുമായ P. ശ്രീരാമകൃഷ്ണൻ സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. വലിയ ആഡംബരപ്രിയനായിരുന്നു ഋതബ്രത ബാനർജി. ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അതെ. അദ്ദേഹത്തിന് സാധാരണഗതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് ജീവിതങ്ങളൊന്നും തന്നെ പറ്റില്ല. ഇദ്ദേഹം നേരത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു, CPM-ന്റെ പ്രമുഖനായ നേതാവായിരുന്നു. ആപ്പിൾ വാച്ച് കയ്യിൽ കെട്ടിയത് കൊണ്ട് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു കഥ നമ്മളെല്ലാവരും അന്ന് മാധ്യമങ്ങളിൽ കണ്ടതുമാണ്. അത്യാഡംബര ജീവിതം നയിച്ചുകൊണ്ടിരുന്ന, ഇപ്പോഴും നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഋതബ്രത ബാനർജി എന്നുള്ള കാര്യവും, ഒരു അടുക്കള പോലെ ഒരു മുറിയിൽ താമസിക്കാൻ എത്തിയിട്ട് ഇതിലും ഭേദം ശുചിമുറിയിലാണ് താമസിക്കുക സഖാവേ എന്ന് പറഞ്ഞതും ഓർമ്മ വെച്ചുകൊണ്ടാണ് P. ശ്രീരാമകൃഷ്ണൻ ഈ ഓർമ്മക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. നടപ്പിലോ ഇരിപ്പിലോ കമ്മ്യൂണിസ്റ്റ് രീതികളുടെ ഒരു സ്വാധീനവും ഇല്ലാത്ത ഒരാൾ തൃണമൂൽ കോൺഗ്രസിലൂടെ നുഴഞ്ഞുകയറി ബംഗാളിന്റെ പ്രതിപക്ഷ പ്രതിരോധത്തിന്റെ മുഖമായി മാറിയിരിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് P. ശ്രീരാമകൃഷ്ണൻ പറയുന്നു. ഓരോ ജനതയ്ക്കും അവർക്ക് അർഹതപ്പെട്ട നേതൃത്വമാണ് ലഭിക്കുക. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരിക്കെ ഋതബ്രത ബാനർജിയുമായി ബന്ധപ്പെട്ടുണ്ടായ അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണന്റെ വിമർശനം. 2007 DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി ഡൽഹിയിലേക്ക് മാറുമ്പോൾ പാർട്ടി ഒരുക്കിയ പരിമിതമായ താമസ സ്ഥലത്ത് ഒരു കൊച്ചുമുറിയിൽ താമസക്കാരനായി ചെന്നപ്പോൾ ഒപ്പം താമസിക്കേണ്ടിയിരുന്ന ഋതബ്രത ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണമാണ് രാമകൃഷ്ണൻ എഴുതിയിരിക്കുന്നത്. ഋതബ്രത മുറി കണ്ടപ്പോൾ, ഇതെന്താണ് സഖാവേ, ഇവിടെ എങ്ങനെ താമസിക്കും, ഇതിലും നല്ലത് ഉറങ്ങാനായി ഒരു ശുചിമുറി തേടുന്നതാണ്, നമ്മൾ തെരുവ് യാചകരല്ല, എനിക്കിവിടെ കഴിയാനാവില്ല എന്ന് ക്ഷുഭിതനായി അദ്ദേഹം പറഞ്ഞു എന്നാണ് ശ്രീരാമകൃഷ്ണൻ പറയുന്നത്. ഒന്നാം UPA ഭരണത്തിന്റെ ആനുകൂല്യവും സ്വാധീനവും ഉപയോഗിച്ച് പിന്നീട് ഋതബ്രത പല സ്ഥലങ്ങളിലും ആഡംബര ജീവിതം ആസ്വദിച്ച് താമസിച്ചിരുന്നു എന്നും ശ്രീരാമകൃഷ്ണൻ വെളിപ്പെടുത്തുന്നു. പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ, താങ്കൾ ഇപ്പോഴും ആ പട്ടിക്കൂട്ടിൽ തന്നെയാണോ താമസിക്കുന്നത്, ഭയാനകം എന്നായിരുന്നു ഋതബ്രതയുടെ പ്രതികരണം എന്നും ശ്രീരാമകൃഷ്ണൻ പറയുന്നു. ആഡംബര ജീവിതം ഒക്കെ ഇപ്പോൾ CPM-കാർക്കും പരിചിതമാണ്. കുറെ നാൾ അടികൊണ്ടില്ലേ, ഇനി നമുക്ക് സുഖിക്കാം എന്ന് ചിന്തിക്കുന്ന സഖാക്കളുമുണ്ട് എന്ന് EP ജയരാജൻ പറഞ്ഞത് ഓർക്കുന്നു. എന്തായാലും ഋതബ്രത ബാനർജി ബംഗാളിൽ പ്രതിപക്ഷ നേതാവായി, ക്യാബിനറ്റ് റാങ്കുണ്ട്, അദ്ദേഹത്തിന് മറ്റ് സുഖസൗകര്യങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെയുണ്ട്. CPM-കാർ കിട്ടുന്ന സുഖസൗകര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ പോലും തകർന്നടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ കുറെ കാലമായി സമൂഹ മാധ്യമങ്ങളിലോ ഒന്നും തന്നെ ഇലക്ഷൻ കാലത്ത് പോലും പ്രതികരിക്കാത്ത P. ശ്രീരാമകൃഷ്ണൻ പ്രതികരിച്ചതിലും ഒക്കെ തന്നെ അല്പം കൗതുകമുണ്ട്. ശ്രീരാമകൃഷ്ണൻ തുടർന്നും ഫേസ്ബുക്കിലൂടെയും മറ്റും പ്രതികരിക്കുമായിരിക്കും. ഋതബ്രത ബാനർജി ഒരു വിഷയമായി എന്ന് മാത്രമേ ഉള്ളൂ എന്നും പലരും വിലയിരുത്തുന്നു. CPM-ൽ ഒതുക്കപ്പെട്ട മറ്റൊരു നേതാവ് കൂടിയാണ് P. ശ്രീരാമകൃഷ്ണൻ എന്ന വിലയിരുത്തലുമുണ്ട്. ഇദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ പാർട്ടി തന്നെ പലപ്പോഴായി ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഇത്തവണ മത്സരിച്ചില്ല. എന്തൊക്കെയായാലും CPM-ൽ ഒരു പുതിയ ചിന്തകളുടെയും പുതിയ ഓർമ്മകളുടെയും ഒക്കെ തന്നെ ഭാണ്ഡക്കെട്ടഴിച്ചുകൊണ്ട് പല നേതാക്കളും ഇനി സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും കടന്നു വരുമായിരിക്കും. ഋതബ്രത ആഡംബര ജീവിതം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി പലരും എത്തുമായിരിക്കും.